ഹലോ, ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പും പിന്നെ ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല, ഇത്തിരി ഒന്ന് തിക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുമിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്, ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പലതവണയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് ലൂസായി പോവണ്ട, ഇത്തിരി ഒന്ന് കട്ടിക്ക് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിന് നടുക്കായിട്ട് ഞാനിവിടെ പീനട്ട് ബട്ടർ 1 സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടെല്ല വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ജാം വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി ബാറ്റർ ഇതുപോലെ കോരി ഒഴിക്കുക. അപ്പോൾ ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു വശം ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പാൻ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മൾ സാധാ പാൻ കേക്ക് ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ.